എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. I am trying to learn. ഞാൻ മലയാളം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. My dearest sisters and brothers, I am so happy to be here today. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇവിടെ വരാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I don't feel tired in the evening when I go home. വൈകുന്നേരം തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഒട്ടും ക്ഷീണം തോന്നാറില്ല. Because wherever I go, you are giving me so much love and affection. കാരണം ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. Waiting for me on the roads with flowers, with your beautiful smiles, welcoming me into your home like a sister, like a daughter. നിങ്ങൾ ഞാൻ വരുമ്പോൾ വഴിയരികിൽ നിങ്ങൾ കയ്യിൽ പൂക്കളുമായി, മുഖത്ത് പുഞ്ചിരിയുമായി, മനോഹരമായ പുഞ്ചിരിയുമായി നിങ്ങൾ എന്നെ കാത്തുനിന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് എന്നെ ഒരു സഹോദരിയെ പോലെ, മകളെ പോലെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. I was telling my children that you cannot expect anything more in life. ഞാൻ എൻ്റെ കുട്ടികളോട് പറയായിരുന്നു, ഇതിലും വലുതായിട്ട് ജീവിതത്തിൽ ഒന്നും ഇനി പ്രതീക്ഷിക്കാനില്ലെന്ന് ഞാൻ പറയുകയായിരുന്നു. And what a great privilege it is for me that when you see me, your face lights up when you smile. എനിക്ക് എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് തിളക്കം വന്നിട്ട് നിങ്ങൾ ചിരിക്കുക എന്ന് പറയുന്നതിനപ്പുറം വലിയൊരു ഭാഗ്യം എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? And I know now that I have been traveling through Wayanad for the last 1 week or so. I know why my brother felt so bad leaving you. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായി, ഒരാഴ്ചയായി വയനാട്ടിലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, എനിക്കിപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരന് നിങ്ങളെ വിട്ടിട്ട് പോകാൻ ഇത്ര വിഷമം വന്നതെന്ന് എനിക്കിപ്പോൾ അറിയാം. Every day he calls me. I think he's still feeling bad. എല്ലാ ദിവസവും എൻ്റെ സഹോദരൻ എന്നെ വിളിക്കും. എനിക്കറിയാം ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട് നിങ്ങളെ വിട്ടു പോകേണ്ടി വന്നതിൽ. I hope that while I am here and working with you, I am able to strengthen that bond between you, my family, my brother and me even more. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ നിങ്ങളും ഞാനും തമ്മിലുള്ള, നിങ്ങളും എൻ്റെ കുടുംബവും തമ്മിലുള്ള, നിങ്ങളും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. My family owes you a great debt of gratitude. നിങ്ങളോട് നന്ദിയുടെ കടപ്പാടിൻ്റെ ഒരു വലിയ കടം എൻ്റെ കുടുംബത്തിനുണ്ട്. Because in everybody's life there are difficult times. കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ട്. And especially in public life, as a politician, many difficulties can come before us. പ്രത്യേകിച്ചും രാഷ്ട്രീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് പലപ്പോഴും നേരിടേണ്ടി വരും. For us, the public, all of you are paramount, more important than anything else. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ പൊതുജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാറ്റിനും ഉപരിയായി ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. And such a time came in my brother's life after many years in politics, where a massive attack was mounted against him by the BJP. They put all their resources, all their money in spreading lies about him, in humiliating him publicly and making the public believe many things about him which were not true. എൻ്റെ സഹോദരൻ്റെ വർഷങ്ങൾ കഴിഞ്ഞുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സമയം വന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരനെ പറ്റി, അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന് വേണ്ടി, അവഹേളിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ പറ്റി നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി BJP ഒരു വലിയ പ്രചാരണം ഈ രാജ്യത്ത് അഴിച്ചുവിടുകയുണ്ടായി. And when you work in politics, when you are doing a service and you feel that people are turning their backs on you, that the public has turned its back away from you, that is the hardest time as a leader. നിങ്ങൾക്കറിയോ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളൊരു സേവനം ചെയ്യുമ്പോൾ, ഒരു നേതാവ് എന്ന നിലയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊതുജനം നിങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു, പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. And that is the time when a leader has to be strongest, to believe in himself and to believe the love of the people.
ആ സമയമാണ്, ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഒരു നേതാവിന് സ്വയം വിശ്വസിച്ച്, രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിച്ച് ഏറ്റവും ശക്തിയോടുകൂടി നിൽക്കേണ്ട സമയം. And as Rahul's sister, I can tell you that he continued to believe in himself. He continued to stay strong, and he courageously fought such a powerful force. എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത്. It is your love that gave him the strength and courage to keep fighting. പോരാടാനുള്ള ധൈര്യം അദ്ദേഹത്തിന് നൽകിയത്, ശക്തി അദ്ദേഹത്തിന് നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. It is your love that gave him the strength to walk 4,000 kilometers from Kanyakumari to Kashmir. കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്ററുകൾ നടക്കാനുള്ള ധൈര്യവും ശക്തിയും അദ്ദേഹത്തിന് നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. And to travel from Manipur to Mumbai in the name of unity, in the name of peace, in the name of justice, in the name of love. ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി മണിപ്പൂർ മുതൽ മുംബൈ വരെ യാത്ര ചെയ്യാനും അദ്ദേഹത്തിന് ധൈര്യം നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. Sisters and brothers, you know that this is nothing new in the history of mankind. നിങ്ങൾക്കറിയാം എൻ്റെ സഹോദരി സഹോദരന്മാരെ, മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാം. You know that throughout the history of mankind, whoever has fought for right, whoever has fought for the truth, whoever has fought for justice has been massively attacked by the forces of injustice, the forces of inequality, and the forces of divisiveness. നിങ്ങൾക്കറിയാം, മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവൻ ആരാണോ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ശരിയായതിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, അവർക്കെതിരെ ശക്തമായ ആക്രമണമാണ് അനീതിയുടെ, അസമത്വത്തിന്റെ ആളുകൾ, ആ ശക്തികൾ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നതെന്ന് നിങ്ങൾക്കറിയാം. And it is an honor for me to be standing here as your candidate, as the UDF candidate in this election, because I know that you in Wayanad have a history of recognizing the truth, recognizing what is right, and standing for everything that is beautiful about our country. എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം ആദരവുള്ള ഒരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. കാരണം ഇവിടുത്തെ ജനങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ എന്താണോ ശരിയായിട്ടുള്ളത്, എന്താണോ സത്യമായിട്ടുള്ളത്, അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. No amount of hatred, no amount of anger, no propaganda has been able to break you. എത്രമാത്രം വിദ്വേഷം ഇവിടെ ഉണ്ടായാലും, ഈ രാജ്യത്ത് എത്രമാത്രം ദ്വേഷമുണ്ടായാലും, വെറുപ്പുണ്ടായാലും, എത്രമാത്രം കുപ്രചരണങ്ങൾ ഉണ്ടായാലും, അതൊന്നും നിങ്ങളെ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. You are Christians, Muslims, Hindus, all living together as one, progressing together with unity and peace and love amongst each other. ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സഹോദരന്മാരായി സാഹോദര്യത്തോടു കൂടി ഒരുമിച്ച് മുൻപോട്ട് പോവുകയും പുരോഗതി പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത്. In almost each of my meetings, I will see a Catholic sister standing, and with her I'll see a Hindu sister and a Muslim sister. They're even here, standing all together as friends. ഞാൻ എല്ലാ യോഗങ്ങളിൽ പോകുമ്പോഴും ഞാൻ ഒരു കാത്തലിക് സന്യാസി സിസ്റ്ററിനെ കാണും, സിസ്റ്ററിന്റെ അടുത്ത് ഒരു മുസ്ലിം സഹോദരിയെ കാണും, ഒരു ഹിന്ദു സഹോദരിയെ കാണും. ഇവിടെ നോക്കിയാൽ ഇവിടെയും അതുപോലെ അവർ നിൽക്കുന്നുണ്ട്. And this is why this whole region has immense potential. ഈ പ്രദേശത്ത് മുഴുവൻ അനന്തമായ സാധ്യതകളുണ്ട്. Because you're strong, you're united. കാരണം നിങ്ങൾ ശക്തരായ ആളുകളാണ്, നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുന്ന ആളുകളാണ്. You have immense natural resources, natural beauty. നിങ്ങൾക്ക് മനോഹരമായ പ്രകൃതി സൗന്ദര്യമുണ്ട്, വളരെ വലിയ പ്രകൃതി സൗന്ദര്യവും പ്രകൃതി വിഭവങ്ങളും ഈ നാട്ടിലുണ്ട്. Farmers here grow crops like banana, coffee, tea, areca. നിങ്ങൾ വാഴ കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, കാപ്പി കൃഷി നടത്തുന്നു, അടയ്ക്ക കൃഷിയൊക്കെ ഇവിടുത്തെ കർഷകർ ചെയ്യുന്നുണ്ട്. There's so much potential that can be maximized. Things can be improved and strengthened. ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്, അതൊക്കെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തണം. പല കാര്യങ്ങളും ഇവിടെ മെച്ചപ്പെടുത്താനുണ്ട്, ശക്തിപ്പെടുത്താനുണ്ട്. And I think there's so much that can be done. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുള്ളതായി ഞാൻ കരുതുകയാണ്. Because despite this immense potential,
I know that you face severe problems in your daily lives. ഇത്രയധികം സാധ്യതകൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായും എനിക്കറിയാം. My farmer brothers and sisters are seeing the prices of crops falling day by day. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ വിളകളുടെ വില കുറഞ്ഞു വരുന്നതായി നമ്മുടെ കർഷക സുഹൃത്തുക്കൾ കാണുകയാണ്. This morning I visited the farm of somebody who grows banana, cinnamon, pepper. ഇന്ന് രാവിലെ കുരുമുളക് കൃഷിയും കറുവപ്പട്ട കൃഷിയും വാഴ കൃഷിയും ഒക്കെ നടത്തുന്ന കുറച്ച് കർഷകരുടെ സ്ഥലം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. 4 brothers. അവർ 4 സഹോദരങ്ങളാണ്. And I asked them, what future do you see for yourselves and for your children? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എന്ത് ഭാവിയാണ് നിങ്ങൾ കാണുന്നത്? And one of the brothers said to me, what future? I want to sell my land and I want to move to a new place near the highway. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എന്ത് ഭാവിയാണ്? ഒരു ഭാവിയും കാണുന്നില്ല. ഈ ഭൂമി വിട്ടിട്ട് എനിക്ക് ഹൈവേയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി താമസിക്കണം. He says we no longer get the right price for our crops. കാരണം ഞങ്ങളുടെ വിളകൾക്ക് കൃത്യമായിട്ടുള്ള വില ഞങ്ങൾക്ക് കിട്ടുന്നില്ല. Because of the rains, when we lose our crop, we get no compensation. കാരണം മഴ വന്ന് ഞങ്ങൾക്ക് വിളനാശം സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം കിട്ടുന്നില്ല. He said he pays 300 rupees insurance for each banana tree, but when the time comes he does not get the money for it. അതുപോലെ ഓരോ വാഴയ്ക്കും 300 രൂപ വീതം ഇൻഷുറൻസ് കൊടുക്കുന്നു. പക്ഷേ കൃഷിനാശം വരുമ്പോൾ ഒരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. One of them had a loan of 8 lakhs on his head. ഒരാൾക്ക് 8 ലക്ഷം രൂപയുടെ ഒരു കടം തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു. He talked about the time when there was a Congress government and loans were waived for farmers. അദ്ദേഹം പറയായിരുന്നു, കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയായിരുന്നു. And he was surprised when he heard from me that this BJP government in the center has waived 16 lakh crores for big business people but has not spared farmers anything. അതായത് ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് വലിയ വ്യവസായികളുടെ 16 ലക്ഷം കോടി കടം എഴുതി തള്ളി. പക്ഷെ കർഷകർക്ക് വേണ്ടി അത് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും അതിശയിച്ചു പോയി. With a strong push for farmers, for the agricultural sector here in Wayanad, if we were to push food processing and marketing, then this farming can become stronger. Your products, which are so good and so strong, can be sent all over the world and can reach the farthest points in the world. I was looking at the cinnamon that you get here. When you boil the cinnamon from Wayanad, the water becomes pink and it has a beautiful scent. The cinnamon I get in Delhi, if I boil it even for 1 hour, nothing will happen. The water remains white, there's no scent. The whole world should see your spices. They should know when they see a spice that this is the best spice in the world because it comes from Wayanad. നിങ്ങൾ വയനാട്ടിലെ കൃഷിക്കും കാർഷിക മേഖലയ്ക്കും കൂടുതൽ പിന്തുണ നൽകുന്നതിലൂടെ, ഇവിടെ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലൂടെ, ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിലൂടെ, വയനാട്ടിൽ ഉണ്ടാക്കുന്ന കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ നമുക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കണം. ഞാൻ ഇവിടെ വളർത്തുന്ന ഇവിടെയുള്ള കറുവപ്പട്ട ഞാൻ കൊണ്ടുപോയി ഡൽഹിയിലിട്ടത് വെള്ളം തിളപ്പിക്കുമ്പോൾ നല്ല മണം വരും. അവിടുത്തെ വെള്ളം പെട്ടെന്ന് പിങ്ക് കളറാവും. പക്ഷെ ഡൽഹിയിൽ എനിക്ക് കിട്ടുന്ന കറുവപ്പട്ട ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലും മണവും ഇല്ല, അതിന് പെട്ടെന്ന് നിറവും മാറുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും പോകണം. If we work together towards strengthening and improving marketing, storage and food processing for you over here, we can achieve a lot. നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷ്യ സംസ്കരണത്തിനുള്ള, സംഭരണത്തിനുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ സാധിക്കും. Some of the problems you face are long standing. നിങ്ങൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. Especially the problem of the road and the travel ban at night. രാത്രി യാത്രാ നിരോധനം എന്ന് പറയുന്നത് റോഡിന്റെ പ്രശ്നം നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. My brother has been working hard to find solutions. He's written and met the ministers who are in charge of these things and they have tried to push for a solution. I hope to carry that forward and push even harder and put more pressure
so that we can find a viable solution. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, അവർക്ക് എഴുതിയിട്ടുണ്ട്, അവർക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും നമുക്കത് തുടരേണ്ടിയിരിക്കുന്നു. ഈ പ്രശ്നത്തിന് വേണ്ടി കൂടുതൽ പ്രയത്നിക്കാനും സമ്മർദ്ദം ചെലുത്താനും എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. Some of your settlements have come under the ESA. That is also creating new problems for you. We need to fight to get settlements removed from the ESA. നിങ്ങൾ കുറേ പേര് താമസിക്കുന്ന നിങ്ങളുടെ താമസ സ്ഥലങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ പരിസ്ഥിതി ലോല മേഖലയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നമുക്ക് നടത്തേണ്ടതുണ്ട്. On the whole area of Wayanad needs stronger healthcare facilities. അത് മാത്രമല്ല, ഈ പ്രദേശം മുഴുവനും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. You must be knowing that on the Mananthavadi side, the medical college is a huge demand. നിങ്ങൾക്കറിയാം, മാനന്തവാടി പ്രദേശത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. Here also, outreach of healthcare is a demand. ഇവിടെയും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആവശ്യമാണെന്നും എനിക്കറിയാം. I met some Manrega workers who were telling me that less jobs are available in Manrega and the wages have also gone down. ഇന്നലെ ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടു. അവരെന്താ പറയുന്നത്, ഇപ്പൊ കൂടുതൽ തൊഴിലൊന്നും അതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നില്ല, അതുപോലെ അവർക്ക് കിട്ടുന്ന ശമ്പളവും വളരെ കുറവാണെന്നാണ് അവർ പറഞ്ഞത്. You need better higher education institutions, more of them. You need skilling and training institutions. നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. അതുപോലെ നൈപുണ്യ വികസനത്തിന്, നിങ്ങളുടെ കഴിവുകൾ വളർത്തുന്നതിന് ആവശ്യമായ തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ ഇവിടെ വേണം. Better drinking water facilities. നിങ്ങൾക്ക് മെച്ചപ്പെട്ട കുടിവെള്ളം ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. And even for that my brother has been working. He has provided ambulances for outreach of healthcare. ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹോദരൻ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം ആംബുലൻസ് സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. Smart classrooms at government schools. ഗവൺമെന്റ് സ്കൂളുകളിൽ അദ്ദേഹം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരംഭിക്കാൻ മുൻകൈ എടുത്തിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. And he fights for you on every platform. അദ്ദേഹത്തിന് സാധ്യമായ എല്ലാ വേദികളിലും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. I think much can be done even to strengthen the tourism sector. ഞാൻ കരുതുന്നത് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Eco-tourism, farm tourism, all these are potential sectors over here. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, ഇതൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതയുള്ള മേഖലകളാണ്. Because of the sheer beauty of the natural resources you have. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള പ്രകൃതി വിഭവങ്ങളുടെ കലർപ്പില്ലാത്ത സൗന്ദര്യം കൊണ്ട് ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. So if you ask yourselves why today you are in a situation where you still lack drinking water facilities, proper healthcare facilities, proper educational facilities, why with so much potential still the tourism sector needs so much work, why the farming sector is still a setback despite all your potential. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. ഇത്രയും സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ട് ഇന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ള സമ്പ്രദായങ്ങളില്ല, കുടിവെള്ളത്തിനുള്ള സൗകര്യമില്ല, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങളില്ല. നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ കൂടെ ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും ഇവിടുത്തെ വിനോദസഞ്ചാരം വികസിച്ചിട്ടില്ല? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉള്ളതെന്ന്? Then the only real answer is that the politics we are seeing in the country and in the state is not a politics that is genuinely and honestly working for your good. ഇതിന്റെ എല്ലാ ഉത്തരം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. So your vote becomes very, very important today. ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. Because with it you are deciding your future. കാരണം നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. You are choosing whether you want a politics of divisiveness, of hatred, of spreading enmity between you, or you want a politics of progress which looks at your actual needs: drinking water, roads, healthcare, education, employment.
നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇടയിൽ വിഭാഗീയതയും ദേഷ്യവും വിദ്വേഷവും വളർത്തുന്ന രാഷ്ട്രീയമാണോ, അതോ നിങ്ങൾക്ക് മെച്ചപ്പെട്ട കുടിവെള്ളം ലഭ്യമാക്കുന്ന, നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കണം. So it is a great responsibility. കാരണം അതുകൊണ്ട് ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത്. Towards yourselves, towards your children, towards your country. ഈ ഒരു വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ്. Just as for me, each one of you represents responsibility, duty and a bond of love and affection. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടുള്ള കടമയാണ്, എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതുമാത്രമല്ല, സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു ബന്ധമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നത്. When I was very young, I was 19 years old, I lost my father. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ, എനിക്ക് 19 വയസ്സുണ്ടായിരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. And a few months later, Saint Teresa, who we used to call Mother Teresa at that time, came to visit my mother. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് സെയിൻറ്റ് തെരേസ, നമ്മൾ മദർ തെരേസ എന്ന് വിളിക്കുന്ന മദർ തെരേസ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാൻ വന്നു. I was unwell. She came into my room and sat on my bed. എനിക്കന്നേരം സുഖമില്ലായിരുന്നു. ഞാൻ സുഖമില്ലാതെ മുറി കിടക്കുമ്പോൾ മദർ തെരേസ മുറിയിൽ വന്നിട്ട് എൻ്റെ കട്ടിലിരുന്നു. And she put her hand on my head. മദർ തെരേസ അമ്മയുടെ കൈ എടുത്ത് എൻ്റെ തലയിൽ വെച്ചു. And with the other hand she put her rosary in my palm. മറ്റേ കൈ കൊണ്ട് മദർ തെരേസയുടെ കയ്യിലിരുന്ന കൊന്ത എൻ്റെ കൈവെള്ളയിൽ എടുത്തു വെച്ചു. And she said to me, "Child, God is with you. You come and work with me." അമ്മ എന്നോട് കയ്യിലേക്ക് കൊന്ത വെച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, ദൈവം നിന്റെ കൂടെ ഉണ്ട്, നീ വന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുക. I know why she said it. എനിക്കറിയാം എന്തിനാണ് അമ്മ അത് പറഞ്ഞതെന്ന് എനിക്കറിയാം. Because she saw that I was suffering. കാരണം മദർ തെരേസയ്ക്ക് മനസ്സിലായി ഞാൻ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോവുകയായിരുന്നെന്ന് മനസ്സിലായി. But she had seen much more suffering than I had. പക്ഷേ ഞാൻ കടന്നുപോയ ബുദ്ധിമുട്ട് എന്താണോ അതിലും വലിയ ദുരിതവും ബുദ്ധിമുട്ടും മദർ തെരേസ കണ്ടിട്ടുണ്ട്. And she wanted me to know that I was not the only one in the world who was suffering, that there were many people who suffered more than I did. മദർ തെരേസയ്ക്ക് എനിക്ക് മനസ്സിലാക്കി തരണമായിരുന്നു, ഞാൻ മാത്രമല്ല ലോകത്ത് ഇത്ര വിഷമത്തിലൂടെ കടന്നു പോകുന്നത്, എന്നെക്കാളും ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് ആ അമ്മയ്ക്ക് എനിക്ക് കാണിച്ചു തരണമായിരുന്നു. A few years later I went to work in one of her homes in Delhi. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് മദർ തെരേസയുടെ സന്യാസ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഡൽഹിയിൽ ഞാൻ ജോലി ചെയ്യാൻ പോയി. I used to work with the children, teach them, clean the bathrooms on Tuesday, wash and sweep the floors on another day. ഞാൻ അവിടെ പോയി അവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങൾ അവിടുത്തെ ബാത്റൂമുകൾ കഴുകണം, അവിടുത്തെ തറ തുടയ്ക്കണം, ഇതൊക്കെയായിരുന്നു എനിക്ക് അവിടെ ചെയ്യേണ്ടിയിരുന്നത്. From there I went to work in the destitute home, slightly outside Delhi. അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പുറത്തുള്ള ഒരു അഗതി മന്ദിരത്തിലാണ് പിന്നെ ഞാൻ ജോലി ചെയ്യാൻ പോയത്. Where the sisters used to pick up those who were dying and bring them. അവിടെ മരിക്കാൻ കിടക്കുന്ന ആളുകളെ സിസ്റ്റേഴ്സ് കൊണ്ടുവരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പിന്നെ ജോലി ചെയ്തത്. And I learned from them how to clean their wounds and take care of the sick and the dying. അവരിൽ നിന്നാണ് അവരുടെ മുറിവുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കി മരിക്കാൻ പോകുന്ന രോഗികളായ ആളുകളെ എങ്ങനെ പരിചരിക്കണമെന്ന് ഞാൻ പഠിച്ചത് അവിടെ വെച്ചാണ്. And I understood from them what true service means. അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി യഥാർത്ഥ സേവനം എന്താണെന്ന്. അവരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. When I saw all the sisters who became my friends, from morning to evening, just serving the poor, serving the destitute, serving those who were suffering. ഞാൻ അവിടെയുള്ള സിസ്റ്റേഴ്സിൽ കണ്ടു എൻ്റെ പിന്നീട് സുഹൃത്തുക്കളായ സിസ്റ്റേഴ്സ് രാവിലെ തൊട്ട് രാത്രി മുതൽ ദരിദ്രരായ മനുഷ്യരെ, അഗതികളായ ആരുമില്ലാത്തവരെ ഇങ്ങനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സിനെയാണ് ഞാൻ അവിടെ കണ്ടത്. And it is that same spirit of service that I bring to you here today. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് ആ സിസ്റ്റേഴ്സിൽ കണ്ട അതേ സേവനത്തിൻ്റെ ഒരു മനോഭാവവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. So if you give me this honor
to be your representative in parliament. If you give me that love and that respect, I can promise you this, that I will not let you down. നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്ന ആദരവ് നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ ബഹുമാനം എനിക്ക് നൽകുകയാണെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് വാക്ക് നൽകാൻ കഴിയും, എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I can never fully repay the love that you are giving me. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എനിക്കറിയില്ല, ഒരിക്കലും മുഴുവനായിട്ട് നിങ്ങൾക്കത് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. And the love that you have given my brother. അതുപോലെ നിങ്ങൾ എൻ്റെ സഹോദരൻ നൽകിയ സ്നേഹവും മുഴുവനായി തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. At the most difficult time in his life. എൻ്റെ സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് നിങ്ങൾ ആ സ്നേഹം അദ്ദേഹത്തിന് നൽകിയത്. But I can promise you that I will work harder for you than anyone else. I will serve you with all my heart and with full dedication. And that I will not disappoint you. I will stand side by side with you in your troubles, in your pain, in your sadness, in your happiness. You have made me your family. I will be your family for always. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പ് നൽകി പറയാൻ പറ്റും, മറ്റാരും ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കഠിനാധ്വാനം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സങ്കടത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ വിഷമത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ എനിക്ക് കഴിയും. നിങ്ങൾ എന്നെ നിങ്ങളുടെ കുടുംബമായി കണക്കാക്കിയിരിക്കുന്നു. നിങ്ങൾ എല്ലാ കാലവും എന്റെയും കുടുംബമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. Thank you very much for coming here today and for listening to me. ഇന്നിവിടെ വന്നതിനും എന്നെ ശ്രദ്ധിച്ചതിനും കേട്ടതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I will come back and meet as many of you as I can. I will reach out to you, come to your homes, and we will talk about your lives and your problems and how to solve them. ഞാൻ തിരിച്ചു വന്ന് നിങ്ങളിൽ കഴിയാവുന്നത്ര ആളുകളെ എനിക്ക് നേരിട്ട് കാണണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ അതിനു വേണ്ടി വേഗം തിരിച്ചു വരും. നന്ദി.